ഗാസയിൽ പുതിയ 3000 ഹമാസ് ഭീകരരുമായി ഇസ്രായേലിനെ നേരിടാൻ ഹമാസിന്റെ നീക്കം. ഒക്ടോബർ മാസത്തിൽ ഇറാന്റെ സഹായത്തോടെ ഗാസയിൽ ഹമാസ് റിക്രൂട്ട് ചെയ്തത് 3000 ഭീകരന്മാരെയാണെന്നുള്ള നിർണായകമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണിത് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഈജിപ്റ്റ് വഴി 3000-ഓളം യുവാക്കളെയാണ് ഗാസയിലേക്ക് ഇറാൻ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഹമാസിന് ഗാസയിൽ ഇനി വിരലിലെണ്ണാവുന്ന ഭീകരന്മാർ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ നിർണായകമായ നീക്കം. ഗാസയിലെ പാലസ്തീനികൾ ഹമാസിന്റെ ഭീകര സംഘടനയിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഹമാസിന്റെ ഭീകരന്മാർക്ക് കൂടുതൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനോ ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കുന്നതിനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇറാന്റെ സഹായത്തോടെ 3000 പുതിയ ഭീകരന്മാരെ ഹമാസ് റിക്രൂട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് സജ്ജരാക്കി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇവർ ഇറാനികളോ അതോ ഈജിപ്തുകാരോ ആണെന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണയില്ല. ഈജിപ്റ്റ് വഴി ഇവരെ ഗാസയിലേക്ക് എത്തിച്ചു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. നേരത്തെ തന്നെ ഈജിപ്റ്റ് ഹമാസ് അതിർത്തിയിൽ തമ്പടിച്ചിരുന്ന നിരവധി പേരെ ഹമാസ് ഭീകരന്മാരാക്കി ഹമാസ് മാറ്റിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ 3000 പുതിയ ഭീകരന്മാരെ ഹമാസ് എന്ന ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇനിയും ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തന്നെയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തീരുമാനമെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു. ഗാസയിൽ ഹമാസിന്റെ ശക്തി ഏറെക്കുറെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഇനി വിരലിലെണ്ണാവുന്ന ഹമാസ് ഭീകരന്മാർ മാത്രമേ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ. അതിൽ പലരും ബഹുഭൂരിപക്ഷവും ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. റഫയ്ക്ക് സമീപവും ഖാൻ യൂനിസിന് സമീപവുമുള്ള ബങ്കറുകൾക്കുള്ളിൽ ഇപ്പോഴും 100 കണക്കിന് ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരിൽ ഏറെ പേരും പട്ടിണി മൂലം കൊല്ലപ്പെട്ടിരിക്കാം. ഇവരിൽ തന്നെ ചിലർ പട്ടിണി കൊണ്ട് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ബങ്കറുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ബങ്കറുകൾക്ക് പുറത്തുകൂടെ ഇഴഞ്ഞു നീങ്ങുകയും ചെയ്യുന്നത് ഇസ്രായേലി ഡ്രോണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ ആളുകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം അതേസമയം തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ഈ ആക്രമണത്തിൽ തലചിതറി നിരവധി ഹമാസ് ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 44ഓളം ഹമാസ് ഭീകരന്മാരെ ഇത്തരത്തിൽ ബങ്കറിൽ നിന്ന് പുറത്തു കടക്കുന്നതിനിടയിൽ വധിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. ഇനിയും ഉള്ളവർ ബങ്കറുകൾക്കുള്ളിൽ കൊല്ലപ്പെടുകയോ ബങ്കറുകൾക്കുള്ളിൽ പട്ടിണി മൂലം അവശരായിരിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഇസ്രായേലി സേന കണക്ക് കൂട്ടിയിരിക്കുന്നത്. ബങ്കറുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോടെ തിരികെ എത്തിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഹമാസിന്റെ നേതൃത്വം നടത്തിയിരുന്നു. ഈജിപ്തിനെയും തുർക്കിയുമൊക്കെ കൂട്ടുപിടിച്ച് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിനെ കൊണ്ട് ഇവരെ ജീവനോടെ വിടുവിപ്പിക്കാനായിരുന്നു ഹമാസിന്റെ നീക്കം. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇതിനോട് ഇസ്രായേൽ സമ്മതിച്ചുവെങ്കിലും പുറത്തുവിടുന്ന ഈ ഹമാസ് ഭീകരന്മാരെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണമെന്നാണ് അന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. ഇതോടുകൂടി അമേരിക്ക ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഇതാ ഗാസയിൽ വലിയ ആക്രമണങ്ങൾക്ക് വീണ്ടും ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. തിരിച്ചടിക്കാൻ വേണ്ടി 3000-ഓളം പുതിയ ഹമാസ് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇൻ്റലിജൻസ് ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുതിയ റിക്രൂട്ട്മെൻറ്റിന് പിന്നിൽ ഇറാനാണ് എന്നുള്ള വലിയ സത്യം ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ ഹമാസിന് വേണ്ടി ദശലക്ഷക്കണക്കിന് കോടി ഡോളർ ഇറാൻ ചെലവഴിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യവും പുറത്തു വന്നിരുന്നു. തുർക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 2-3 ധനകാര്യ സ്ഥാപനങ്ങളെയും 2-3 വ്യവസായികളെയും കേന്ദ്രീകരിച്ചായിരുന്നു
ആ വലിയ ഫണ്ടിങ് ഇറാൻ നടത്തിയത്. നേരത്തെ തന്നെ ഈജിപ്റ്റ് ഹമാസ് അതിർത്തിയിൽ തമ്പടിച്ചിരുന്ന നിരവധി പേരെ ഹമാസ് ഭീകരന്മാരാക്കി ഹമാസ് മാറ്റിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ 3000 പുതിയ ഭീകരന്മാരെ ഹമാസ് എന്ന ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇനിയും ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തന്നെയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തീരുമാനമെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു. ഇറാൻ്റെ എണ്ണ വിറ്റ പണം ലോക തീവ്രവാദത്തിന് വേണ്ടി ഇറാൻ ചെലവഴിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായത് ഇസ്രായേൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇറാനിൽ നിന്ന് തുർക്കിയിലേക്ക് എത്തുന്ന പണം തുർക്കി വഴി ഹമാസിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിന്, പുതിയ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ഹമാസിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നായിരുന്നു അന്ന് ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നത്. ഏതൊക്കെ വ്യക്തികളിലൂടെ ഏതൊക്കെ സംഘടനകളിലൂടെ ഈ ഫണ്ട് കൈമാറി എന്ന് വരെ അന്ന് ഇസ്രായേൽ രേഖകൾ സഹിതം വാർത്തകൾ വിട്ടിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഹമാസ് പുതുതായി 3000 ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ, ഇസ്രായേലിന് നേരെ പിടിച്ചു നിൽക്കാൻ. എന്നാൽ ഈ 3000 പേരും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ അധികം വൈകാതെ ചത്തൊടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമുഖത്ത് നിന്ന് പരിപൂർണമായും ഉന്മൂലനം ചെയ്ത ശേഷം മാത്രമേ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്.